മനുഷ്യ വന്യമൃഗ സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള മാതൃകാ പ്രോജക്റ്റ് തട്ടേക്കാട് കേന്ദ്രീകരിച്ച് നടപ്പാക്കും. ആനകൾ ഉൾപ്പെടെയുള്ള വന്യജീവികളെ മയക്കുവെടിവെക്കാൻ കഴിയുന്ന ഡ്രോണുകൾ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ ഇതുവഴി ലഭ്യമാകും. വനംവകുപ്പിന്റെ പുതിയ ആശയമാണിത്. സംസ്ഥാനത്തെ 5 കേന്ദ്രങ്ങളാണ് മാതൃകാ പദ്ധതിക്കായി കണ്ടെത്തിയിട്ടുള്ളത്. മനുഷ്യ വന്യജീവി സംഘർഷം ലഘൂകരിക്കുന്നതിനുള്ള മാതൃകാ പ്രവർത്തനം നടപ്പാക്കുന്നതിന് സംസ്ഥാനത്തെ 5 കേന്ദ്രങ്ങളെ വനംവകുപ്പ് തെരഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിൽ ഒരു കേന്ദ്രമായാണ് തട്ടേക്കാടിനെയും നിശ്ചയിച്ചിരിക്കുന്നത്. 5 പ്രവർത്തനങ്ങളാണ് വനംവകുപ്പിന്റെ പദ്ധതിയിലുള്ളത്. ആനകളെ മയക്കുവെടിവെക്കുന്നതിനുള്ള സംവിധാനത്തോടുകൂടിയ ഡ്രോൺ ഇതുവഴി ലഭ്യമാകും. കാട്ടുപന്നികൾ കൃഷി നശിപ്പിക്കുന്നത് തടയുന്നതിനുള്ള മരുന്ന് തളിക്കലും മാതൃകാ പദ്ധതിയിലുണ്ടെന്ന് തട്ടേക്കാട് അസിസ്റ്റന്റ് വൈൽഡ് ലൈഫ് വാർഡൻ CT ഔസേഫ് പറഞ്ഞു. തട്ടേക്കാട് വാച്ചേഴ്സ് EDS പൊതുയോഗത്തിൽ പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം. അതിനകത്ത് 5 ഘടകങ്ങളാണ് ചെയ്യാനായിട്ട് ഉദ്ദേശിക്കുന്നത്. അതിലൊന്ന് ഫെൻസിങ്ങിൻ്റെ നമ്മളിപ്പോൾ ചെയ്യുന്ന ജോലി വളരെയധികം അപ്രീഷ്യബിളാണ്. ഒരു ആന ഒരു ഫെൻസിങ് ഒരു രാത്രി തകർത്താൽ പിറ്റേ ദിവസം തന്നെ നമ്മൾ ആൾക്കാരെ എവിടെയാണ് ലോഡ് ചെയ്ത് ചെയ്യുന്നു എന്നുള്ളത് ചെയ്യുന്നു. രണ്ടാമത്തെ ഒരു വാച്ച് ടവർ, ഒരു പെർമനന്റ് നേച്ചറുള്ള ഒരു AI ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് സംവിധാനത്തോടുകൂടിയുള്ള ഒരു വാച്ച് ടവർ. അത് നമ്മൾ ഏറ്റവും അനുയോജ്യമായ സ്ഥലത്ത് ചെയ്തു കഴിഞ്ഞാൽ ആനയുടെ സ്ഥാനത്ത് കൃത്യമായിട്ട് നമുക്ക് തരാൻ പറ്റും. രണ്ടാമത്തെ ഒരു ഡ്രോൺ, റാക്കുലസ് ചെയ്യാൻ കഴിവുള്ള ഒരു ഡ്രോണാണ് അവർ പറഞ്ഞിരിക്കുന്നത്. ഡ്രോൺ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അകസർ പറക്കും. അത് മറ്റേ ആനയൊക്കെ മയക്കുവെടിവെക്കാൻ പറ്റുന്ന സംവിധാനങ്ങളുള്ള ഒരു സാധനമാണ് അടുത്ത ഘട്ടത്തിൽ. പിന്നെ ഒന്ന് സൗണ്ട് സിസ്റ്റം, ആനയെ വിരട്ടാൻ പറ്റുന്ന വലിയ ഒരു സൗണ്ട് സിസ്റ്റം ചെയ്യും. പിന്നെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ പന്നി മുതലായിട്ട് ജീവികൾക്ക് വേണ്ടി കയറുന്ന പറമ്പിലെ വിളകളിൽ തളിക്കാനായിട്ടുള്ള പ്രത്യേകമായിട്ടൊരു മരുന്ന്. ഈ മരുന്ന് തളിച്ചു കഴിഞ്ഞാൽ പന്നി മുതലായിട്ടുള്ള ചെറിയ ജീവികൾ നമ്മുടെ അടുക്കില്ല അത്രയും. അപ്പോൾ പരീക്ഷണ അടിസ്ഥാനത്തിൽ 2-3 പറമ്പുകൾ സെലക്ട് ചെയ്ത് നമ്മൾ പ്രൂവ് ചെയ്തിട്ട് ബാക്കി കാര്യങ്ങൾ ചെയ്യാം എന്നുള്ള കാര്യം കൂടി അദ്ദേഹം അറിയിച്ചിട്ടുണ്ട്. ഷാജി കുഞ്ഞുമോൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ VK മിക്സൺ, KP സന്തോഷ്, D ഷിബു, VK അജന്തൻ, PD ദിജിത് തുടങ്ങിയവർ പ്രസംഗിച്ചു. ഒരു മാത്ര വെറുതെ നിലച്ചുപോയി, ഒരു മാത്ര വെറുതെ നിലച്ചുപോയി, അരികിൽ നീയുണ്ടായിരുന്നെങ്കിലെന്നു ഞാൻ. വന്യജീവികൾ കാട്ടിൽ നിന്നും പുറത്തിറങ്ങുന്നത് തടയുന്നതിനുള്ള പദ്ധതിയുടെ ഭാഗമായ വിത്തൂട്ടിന്റെ വിളംബര യാത്രയും സംഘടിപ്പിച്ചിരുന്നു. GTV ന്യൂസ്, കോതമംഗലം.